C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ആദിയെ കൊണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നെ എനിക്ക് കെട്ടിക്കേണ്ടി വന്നു. നീ നവവധു ചമഞ്ഞ് ആദിയുടെ പിറകെ ഇങ്ങോട്ട് കെട്ടിക്കേറി വരുമ്പോഴേ നിലവിളക്കെടുത്ത് തരുന്നതിന് പകരം ചൂലുകൊണ്ടടിച്ച് പുറത്താക്കി എന്റെ പ്രതികാരം തീർക്കാനായിരുന്നു ആ കല്യാണം. പക്ഷേ നീ മരുമകളാണെന്ന് തെറ്റിദ്ധരിച്ച് നിന്റെ മാമൻ നിലവിളക്കെടുത്ത് തന്ന് നിന്നെ ഇങ്ങോട്ട് സ്വീകരിച്ചു. അയ്യോ പാവം, ഇപ്പൊ മാമനുമില്ല, മാമിയുമില്ല, മാതാപിതാക്കൾ ആരുമില്ല. ആ കോലിക്കെടുത്ത തന്തയും തള്ളയെ ഓട് വഴിയെ ഓടുകയും ചെയ്തു. കൈമണിയെ, തൽക്കാലം ഒന്ന് അടങ്ങി നിൽക്ക്. ഈ കച്ചേരി ഒന്ന് തുടരട്ടെ. ഇപ്പൊ എന്താ പറഞ്ഞെന്ന്? ഒറ്റ വാക്കിൽ പറഞ്ഞേക്കാം, ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന്. ആദിത്യൻ നിയമപരമായി എന്നെ ഡിവോഴ്സ് ചെയ്യുന്നത് വരെ ഞാൻ ഇതിനകത്ത് തന്നെ താമസിക്കും. അതിന് ആദിത്യന്റെ പോലും അനുവാദം വേണ്ട. പിന്നല്ലേ അവന്റെ അമ്മയെ നിങ്ങടെ. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ നീ ഇതിനകത്തേക്ക് കയറില്ല. ഞാൻ അകത്തേക്ക് കയറണമെന്ന് വിചാരിച്ചാലേ നിങ്ങളുടെ ശവത്തെ ചവിട്ടിയിട്ടാണെങ്കിലും ഞാൻ കയറിയിരിക്കും. അവളെ അവളുടെ കാരണത്ത് അടിയൊടുത്ത് പറഞ്ഞു വിട് ചേച്ചി. രണ്ടുപേരുടെയും കവളത്ത് ഇപ്പൊ നീര് വന്ന് വീർക്കണോ? അതോ നിങ്ങൾ മിണ്ടാതിരിക്കുന്നോ? മെഴുകുതിരി പോലിരിക്കുന്ന നിന്റെ അടുത്തേ കായിക അഭ്യാസത്തിനൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. അല്ല, ഇനി അത് അത്യാവശ്യമായിട്ട് വന്നാ അത് ചെയ്യാനും എനിക്ക് ഒരു മടിയുമില്ല. ഇതൊന്നും ഇല്ലാതെ മര്യാദക്ക് ഇറങ്ങി പോകുന്നതാ നിനക്ക് നല്ലത്. കണ്ട വീടുകളിൽ പോയി ജീവിക്കാനല്ല ഞാൻ കല്യാണം കഴിച്ചത്. കെട്ടിയോന്റെ കൂടെ ജീവിക്കാനാ. ഞാൻ ഇവിടെ തന്നെ ജീവിക്കും. അതിന് അമ്മായിയമ്മയുടെ അനുവാദമൊന്നും ആവശ്യമില്ല. എങ്ങോട്ടാ? ഇങ്ങോട്ട് ഇറങ്ങി പോടി, ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ. ദുർഗേച്ചി ഇവിടെ രണ്ടും കൽപ്പിച്ചാണല്ലോ. അതെ, രണ്ടും കൽപ്പിച്ചെന്നെയാ. അതുകൊണ്ട് ചിങ്കിടികൾ മര്യാദയ്ക്ക് നിന്നോണം. ഇവരോട് പെരുമാറുന്ന രീതിയിലായിരിക്കില്ല ഞാൻ നിങ്ങളോട് പെരുമാറുന്നേ. പ്രസാദേട്ടാ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? പ്രസാദേട്ടൻ വിഷമിക്കുന്നത് കണ്ടാ എനിക്ക് സഹിക്കില്ല. പ്രസാദേട്ടന് ഞാനും, എനിക്ക് പ്രസാദേട്ടന് മാത്രമല്ലേ ഉള്ളൂ. അത് മനസ്സിലാക്ക്. ദുർഗേ, ഇതാരാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ, നിന്റെ അപ്പച്ചി. ഒടുവിൽ കണ്ടപ്പോഴും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ദൈവമേ, ഇതിത്ര പെട്ടെന്ന്. നീ പറഞ്ഞു വരുന്നത് എന്റെ തലയ്ക്കകത്തെ നട്ടും ബോൾട്ടും ഒക്കെ ഇളകി എനിക്ക് വട്ടായി മാറിയെന്നല്ലേ? എന്നാ കേട്ടോ, ഇതാഹ്ലാദ ചിരിയ, ആനന്ദ ലഹരിയിൽ ആറാടിക്കൊണ്ടുള്ള ചിരി. ആഹ്ലാദം വന്നാ ചിരിക്കണമെന്നാ മഹാകവികള് പറഞ്ഞിരിക്കുന്നെ. അതേത് മഹാകവിയെ പറ്റി? പേരൊന്നും എനിക്കറിയത്തില്ല. നീ ഇത് പിടി. എടുത്ത് കഴിക്ക്, സ്വീറ്റ്സാ. ആഹ്ലാദം പങ്കിടാൻ എന്തു വേണോന്ന് ചിന്തിച്ചപ്പോ ആദ്യം കണ്ടത് ബേക്കറിയാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവളായി നിനക്ക് സ്വീറ്റ്സ് മേടിച്ചേക്കാമെന്ന് കരുതി. അപ്പച്ചെടുക്ക. അയ്യോ, എനിക്ക് വേണ്ട, എനിക്ക് സ്വീറ്റ്സ് ഒന്നും ഇഷ്ടമല്ല. നീ കഴിക്കേ. ഓ, ഒരെണ്ണം എടുക്കപ്പച്ചി. അയ്യോ വേണ്ട, ഷുഗർ വരും. അത് ശരി, അപ്പൊ ഞാൻ ഷുഗർ വന്ന് ചത്തോട്ടെ? അയ്യോ അതല്ല, നിന്നെ കണ്ടാലറിയാൻ നിനക്ക് ഷുഗറേ വരില്ലെന്ന്. അതെ, ഷുഗറും കൊളസ്ട്രോളും ഒക്കെ വിട്. ഇന്ന് എന്തായാലും സന്തോഷത്തിന്റെ മത്താപ്പൂ കത്തിയ ദിവസമാ. ആഹാ, അപ്പൊ അപ്പച്ചി വിവരങ്ങളൊക്കെ അറിഞ്ഞോ? അറിഞ്ഞോന്ന്. ദൂതു പറയാൻ ഇപ്പൊ ഹംസ ഒന്നും വേണ്ട, എല്ലാവരുടെയും കയ്യിലുണ്ട് മൊബൈൽ എന്ന ഹംസ.
അവൾ ഒരു പോക്ക് പോയി. ആഹാ, ഒരു പോക്ക് പോണോല്ലോ. പോട്ടെ. അവളെ പ്രസാദേട്ടനെ വരെ വെല്ലുവിളിച്ചിട്ടാ പോയത്. പ്രസാദേട്ടന് ചങ്കിനിട്ട് അവള് കുത്തി. ആ ആ സന്തോഷകരമായ വാർത്ത അറിഞ്ഞതിനല്ലേ ഈ സ്വീറ്റ്സ്. കുറച്ചു കാലമായി കാതിന് ഇമ്പമുള്ള വാർത്തകൾ കേട്ടിട്ട് അതിന്ന് കേട്ടു. അങ്ങനെ പ്രസാദേട്ടന്റെ മോളെ മോളെ എന്നുള്ള വിളി എന്നേക്കുമായിട്ട് നിന്നു. അയ്യോ, അവൾ ഇപ്പോഴും മ്യാമ്യാ മ്യാമ്യാന്നാണോ വിളിക്കുന്നത്? അയ്യോ, അതൊക്കെ പണ്ട്. ഇപ്പൊ സാറിനാ വിളിക്കുന്നത്. അതൊക്കെ സംഭവിച്ചു. അയ്യോ, അങ്ങനെ അവള് കരഞ്ഞു കൂവി ഒരു ഏകാന്ത പഥികയെ പോലെ തെരുവിലേക്ക് അങ്ങു പോയി. എന്റെ പുന്നാര ആങ്ങളയുടെ ചക്കരപുത്രൻ പ്രസാദ് മിഴുങ്ങസ്യ എന്ന് പറഞ്ഞ് വീടിനകത്തേക്കും പോയി. സന്തോഷായി ദുർഗേ, സന്തോഷായി. ഇനി നമ്മുടെ വിളവെടുപ്പിന്റെ കാലം. അത് നമുക്ക് ആർപ്പുവിളികളോടെ കൊയ്തെടുത്തേ പറ്റൂ. അല്ലെങ്കിലേ പെട്ടെന്ന് മഴ പെയ്ത് മട പൊട്ടു. മോളെ, അന്യനോടെന്ന പോലെ എന്നോട് സംസാരിക്കരുത്. അതെനിക്ക് സഹിക്കാനാവില്ല. അപ്പോ എന്റെ കാര്യോ? എനിക്ക് വേദനയില്ലേ? അതൊക്കെ കുറെ കഴിയുമ്പോ മാറും. അതിന് പരിഹാരവും ഉണ്ടാവും. അച്ഛനോട് വാ മോളെ. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. മോളെ, നിന്റെ അച്ഛനല്ലേ വിളിക്കുന്നത്? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഏത് വീട്? ഏത് അച്ഛൻ? ഞാനാ നിന്റെ അച്ഛൻ. ഈ തോളത്ത് കിടന്ന നീ വളർന്നത്. പ്രിയയും ഞാനും കൂടിയാ നിന്നെ സ്നേഹിച്ച് വളർത്തിയത്. വളർത്തിയതൊക്കെ ശരിയാ, പക്ഷെ ഞാൻ നിങ്ങളുടെ മകളല്ലല്ലോ. എന്നാര് പറഞ്ഞു? DNA ടെസ്റ്റിന്റെയൊക്കെ അപ്പുറത്ത് ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന് എന്താണ് പേരെന്ന് എനിക്കറിയില്ല. നീ ആരുടെ മുലപ്പാൽ കുടിച്ചാണോ വളർന്നത്, ആ അമ്മയാണ് നിന്റെ അമ്മ. ആരുടെ കൈവിരലിൽ തൂങ്ങിയാണോ നീ നടക്കാൻ പഠിച്ചത്, അയാളാണ് നിന്റെ അച്ഛൻ. എന്നെ അച്ഛ എന്ന് വിളിച്ചതും പ്രിയയെ ആദ്യമായിട്ട് അമ്മ എന്നൊക്കെ വിളിച്ചതും നിന്റെ ഈ നാവുകൊണ്ടാ. ഞങ്ങളാ നിന്റെ അച്ഛനും അമ്മയും. മോളെ, ഞങ്ങളുടെ മകൾ നീയാ. എനിക്ക് ആരുമില്ല. നീ പോയാ പിന്നെ ഞങ്ങൾക്കും ആരുമില്ല. നോക്ക്, നിന്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റാ. അവളെ വേദനിപ്പിക്കരുത്. ഞാനും പ്രിയയും ഒന്ന് വീണു പോയാൽ ഞങ്ങൾക്ക് ആരുമില്ല മോളെ, നീയല്ലാതെ. അച്ഛന്റെ മോള് കരയല്ലേ? അച്ഛനെ സഹിക്കാൻ പറ്റില്ല. മോള് വാ, എല്ലാ സങ്കടങ്ങളും മാറും. അച്ഛന്റെ കൂടെ വാ. എന്തിനാ മോളെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എന്റെ വിഷമം എന്താന്ന് എന്റെ വളർത്തമ്മയ്ക്ക് അറിയില്ലേ? എന്റെ മോൾക്ക് അല്പം മനോവിഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ നീ ഇങ്ങനെ ഒരുകേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ഇത് തന്നെയാ പറയുന്നത്. എന്റെ വളർത്തച്ഛനും വളർത്തമ്മയും മാമനെന്ന് കരുതിയ ആളും എന്റെ ഭർത്താവും എല്ലാം. ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ലാന്ന്. എങ്കിൽ എന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും എവിടെ? അത് പറയും. മോളെ, നീ ആവശ്യമില്ലാതെ വിഷമിക്കുക. നീ അനാഥയൊന്നുമല്ല. അനാഥയല്ലെങ്കിൽ എന്റെ രക്ഷകർത്താക്കൾ എവിടെയാ? നിന്റെ രക്ഷകർത്താക്കളെ ഞങ്ങളാ.
പക്ഷെ ഞാൻ പോവും. കാരണം ആ കാക്കപ്പൊന്നിനെ എനിക്കും നേരിട്ട് കാണണം. അച്ഛനെ വേണ്ട, അമ്മയെ. പ്രസവിച്ച ശേഷം എന്നെ വലിച്ചെറിഞ്ഞ എന്റെ അമ്മയെ. അതവരെ സ്വീകരിക്കാനോ സ്നേഹിക്കാനോ അല്ല, വെറുക്കാൻ. എന്റെ ആജന്മ ശത്രുവാണ് നിങ്ങളെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ. അതെന്താ സുലാന്റെ അങ്ങനെ ചോദിച്ചേ? അതല്ലടി, നിന്റെ കല്യാണം ആവുമ്പോ എന്തെങ്കിലുമൊക്കെ ഏടാകൂടങ്ങൾ ടിക്കറ്റ് എടുത്ത് വരുമല്ലോ. താലി കണ്ട കോടാലിയായി മാറുകയും ചെയ്യും. എന്ത് കോടാലി? കണ്ട കോടാലി, ഈ പിടലിയിലേക്ക് വരുന്ന കോടാലി എന്നാ അർത്ഥം. അതിന് ഇത്തവണത്തെ കല്യാണത്തിനെ ശല്യപ്പെടുത്താൻ അവളില്ലല്ലോ. അവൾ അവളുടെ പാട്ടിന് പോയില്ലേ? പോയി പോയി. കഷ്ടകാലത്തിന് ബസ് പിടിച്ചെങ്ങാനും വന്നാലോ ഇനി? സുലാന്റി നെഗറ്റീവ് ഒന്നും പറയല്ലേ. അവൾ ഈ ജന്മത്ത് ഇങ്ങോട്ട് വരില്ല. അത്രയ്ക്ക് നാണം കെട്ടല്ലേ പോയിരിക്കുന്നേ. ആ, അത് ശരിയാ. നാണോ മാനോ ഉള്ളവളാണെങ്കി ഇനി അവളി നാട്ടിൽ നിൽക്കരുത്. വല്ലയിടത്തും പോയി വല്ല ജോലിയും ചെയ്തങ്ങ് ജീവിക്കണം. പിന്നെ ഈ ദേവമംഗലം വാഴാൻ അതിനർഹതപ്പെട്ട ഈ തറവാട്ടുകുട്ടി ഉണ്ടല്ലോ. ആ ആ അയ്യേ, പെണ്ണിന്റെ നാണം കണ്ടില്ലേ? ഒരു നാണം. ഇപ്പൊ കണ്ടാലേ ആ വിളഞ്ഞ വിത്തായ ആതിരയാണെന്ന് തോന്നേയില്ല. എന്താ സുലാന്റി ഇത്? ഒന്ന് പോയേ. എടി ആതിരെ, എനിക്കൊരു സംശയം. എന്ത് സംശയം? അതായത് നീയും ആദ്യം തമ്മിലുള്ള കല്യാണം നടന്നു തന്നെ ഇരിക്കട്ടെ. അതെന്താ സുലാന്റി അക്കാര്യത്തില് സുലാന്റിക്ക് പിന്നെ ഒരു സംശയം? അയ്യോ, സംശയമൊന്നുമില്ല. നീ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം അങ്ങോട്ട് പറ. കല്യാണം കഴിഞ്ഞാ നീ ആദ്യയോട് പ്രതികാരം വല്ലതും ചെയ്യോ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എടീ, നീ ആരെയടി ചോദ്യം ചെയ്യുന്നത്? ഇറങ്ങി പോടി ഇവിടുന്ന്. ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് ഒഫീഷ്യലായി എനിക്കറിയേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ്. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട പ്ലീസ്. എന്റെ അച്ഛനും അമ്മയും ആരൊക്കെയാന്ന് സാറിന് അറിയാന്ന് കാർത്തിക മാഡം പറഞ്ഞു. പറയൂ, ആരാ എന്റെ അച്ഛനും അമ്മയും? തെരുവിൽ നടന്ന് നിന്റെ അച്ഛനെ അമ്മയെ അന്വേഷിക്കലല്ല ACP കൃഷ്ണപ്രസാദിന്റെ ഡ്യൂട്ടി. സർ, അങ്ങേക്ക് പല രഹസ്യങ്ങളും അറിയാം. ഈ സമൂഹത്തിലെ ഏത് ഉന്നതരാ എന്റെ അച്ഛനും അമ്മയും? അവര് സാറിന് പ്രിയപ്പെട്ടവരായതുകൊണ്ടാണോ എന്നോടത് പറയാൻ മടിക്കുന്നേ? ഒന്ന് പറയണം സർ. എന്തുകൊണ്ട് സാർ ആ അന്വേഷണം തടഞ്ഞു? എനിക്കത് അറിയണം.
തുളസി അങ്ങനെ വിളിച്ചാൽ മതി. അവര് സാറിന് പ്രിയപ്പെട്ടവരായതുകൊണ്ടാണോ എന്നോടത് പറയാൻ മടിക്കുന്നത്? പുരയ്ക്ക് തീ പിടിക്കുമ്പോ അവന്റെ വീട്ടിലെ വാഴ വെട്ടണം എന്നുള്ളത് തലമുറകളായി കൈമാറിയ ഒരു തത്വശാസ്ത്രമാണ്. ആദിയും ആതിരയും തമ്മിലുള്ള കല്യാണം നടക്കാനുള്ള സുവർണ അവസരം കൈവന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ദുർഗ അത് വച്ച് താമസിപ്പിക്കുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ല. ആഹാ, ദുർഗ തന്നെ ആണല്ലോ. ഞാൻ അവളെ ഓർത്തു, അവൾ എന്നെ ഓർത്തു. ഇതിനാണ് കെമിസ്ട്രി എന്നും ബയോളജി എന്നൊക്കെ പറയുന്നത്. എന്റെ തുളസിക്ക് എന്തെങ്കിലും സംഭവിച്ച ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനും ഞാൻ നശിപ്പിച്ചളയും. ഓർത്തോ? അച്ഛനിവിടെ ടെൻഷനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നോ? അല്പസമയത്തിനകം ഏറെക്കുറെ എല്ലാം തീരും. എന്താ ആദി? ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം മകളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു അച്ഛനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആദി, നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അച്ഛനെന്ന് വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാമന് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. അതോ മനസ്സിലായിട്ട് മനസ്സിലായില്ല എന്ന് നടിക്കാണോ? ആദി, നീ ഒന്ന് തെളിച്ച് പറ. എന്റെ തുളസിയുടെ ജീവിതം തകർത്തത് അവളുടെ അച്ഛനായ നിങ്ങളാ. ഭാര്യയെ പ്രൊട്ടക്ട് ചെയ്ത് മകളെ മരണത്തിന് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുക. ആദി, നീ എന്നെ ഭ്രാന്ത് പിടിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറയാം. മകളെ കൊലപ്പെടുത്താൻ അവളുടെ അമ്മ കൊട്ടേഷൻ കൊടുത്തിരിക്കുക. എന്ത്? മനസ്സിലായില്ലേ? നിങ്ങളുടെ ഭാര്യ കനകദുർഗ അവരുടെ സ്വന്തം മകളെ കൊല ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുക. ഒരപകട മരണം ഏത് നിമിഷവും സംഭവിക്കും. രാജ്യത്തെ അപകട മരണം 24 മണിക്കൂർ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിവിടെ ആരുടെ മരണം? അതോടി പറ. സുലു ആന്റി, ആ തുളസിയുടെ അപകട മരണം നടക്കുന്ന ഞാൻ പറഞ്ഞത്. ഉള്ളതാണോടി? അതെ സുലു ആന്റി. ഞാൻ സുലു ആന്റിയോട് നുണ പറയോ? അതില്ല. അവള് മരിച്ചാലേ ഈ ദേവമംഗലം രക്ഷപ്പെടും. നമുക്കൊക്കെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റൂ. അവള് ജീവിച്ചിരുന്നാലേ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തലവേദനയാ. അത് ശരിയാ സുലു ആന്റി പറഞ്ഞത്. എന്റെ ആദ്യേട്ടന്റെയും കല്യാണം സമാധാനമായിട്ട് നടക്കണമെങ്കിൽ അവൾ ഉണ്ടാവരുത്, അവള് മരിക്കണം. അതിരിക്കട്ടെ, അവളെ എങ്ങനെയാ കൊല്ലുന്നത്? ആരാ കൊല്ലുന്നത്? കൊട്ടേഷനാ, ഗുണ്ടകളാ അവളെ വക വരുത്തുന്നത്. ദുർഗാന്റി പറഞ്ഞിട്ടാ. സ്വപ്നൊക്കെ അത് കേട്ട എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് മോളെ. ആദ്യം അവന്റെ കൂട്ടുകാരും ഒക്കെ. അവളെങ്ങോട്ടാണ് പോയതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ കാണും. നീ ഇങ്ങനെ വിഷമിക്കാതെ പെണ്ണെ. എങ്ങനെ വിഷമിക്കാതിരിക്കുവേട്ട? ചുറ്റിന് ശത്രുക്കളല്ലേ? തുളസി മോളെ കൊല്ലാൻ നടക്കല്ലേ എല്ലാവരും?
പകയും പ്രതികാരവും മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് മനുഷ്യപ്പറ്റുണ്ടാവില്ലല്ലോ ഏട്ട. അവരെന്ത് ചെയ്യാനും മടിക്കില്ല. ഞാനത് ഭയക്കുന്നത്. എടീ, ഒരു കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാ. നിങ്ങൾ കാണിക്കുന്ന ഈ ദുഷ്ടതരങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. തൂണിലും തുരുമ്പിലും കാറ്റിലും വെളിച്ചത്തിലും എവിടെയും നിറഞ്ഞു നിൽക്കുന്ന സാക്ഷാൽ ദൈവം ഇത് കാണുക. ദുർഗേച്ചി, ഇതിന് നിങ്ങൾക്ക് ദൈവം തരുന്ന പ്രതിഫലം ഒട്ടും ചെറുതായിരിക്കില്ല. ഓഹോ, നീ പ്രസംഗം നടത്താനൊക്കെ ശീലിച്ചോ? ആരും പറയാൻ ശീലിച്ചു. അതെ, ജന്മന ഉള്ളതാ. പക്ഷേ നിങ്ങളോടിത് പലപ്പോഴും ഞാൻ കാണിച്ചിട്ടില്ല. കാരണം നിങ്ങൾ എന്റെ ഏട്ടത്തിയമ്മയാ. അങ്ങനെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തപ്പോ നിങ്ങൾ എന്നെ ചവിട്ടി താഴ്ത്താൻ തുടങ്ങി. ഇനി അത് നടക്കില്ല. എടാ, ഒരിക്കലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നവളല്ല തുളസി. അതാ എന്റെ ടെൻഷൻ. എടാ, തുളസി വല്ലാത്ത ഷോക്കിലായിരിക്കും. ഏതായാലും നമുക്ക് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചല്ലേ പറ്റൂ. എടാ, അവൾക്ക് പരിചയമുള്ള എല്ലായിടത്തും നമ്മൾ അന്വേഷിച്ചില്ലേ? കൂട്ടുകാരികളെല്ലാം വിളിച്ച് ചോദിക്കുകയും ചെയ്തു. ഇനി എവിടെ പോയി തിരക്കാനാ? ഇതെന്തൊരു പരീക്ഷണ ദൈവമേ. എടാ, നീ ടെൻഷൻ ആവാതെ. തുളസിക്കൊന്നും സംഭവിക്കില്ല. അവളിങ്ങി വരും. അതെ, ശ്യാം വരുന്നുണ്ട്. എന്തായി? ഏയ്, വേണ്ട, വരട്ടെ. ഓള് വല്ല വിവേകവും പ്രവർത്തിക്കുകയോ ചെയ്യാ. ഏയ് ഇല്ല, തുളസി മോളല്ലേ പ്രസാ. പെട്ടെന്ന് വികാരം കൊണ്ട് ഉറക്കെ സംസാരിക്കുമെങ്കിലും വിവേകപൂർവ്വം വീണ്ടും വിചാരത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ അവൾക്ക് മിടുക്കുണ്ട്. അവള് മാനസികമായി വല്ലാതെ തളർന്നിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ ബുദ്ധിമോശമൊന്നും പ്രവർത്തിക്കില്ല. എനിക്ക് എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ജയ. സമാധാനത്തോടെ നിൽക്കും പ്രസാ, അവൾക്കൊന്നും സംഭവിക്കില്ല. എന്തായാലും ഇനി ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ എനിക്കും പ്രിയയ്ക്കും വയ്യ. പ്രിയയാണെങ്കിൽ ഹാർട്ട് പേഷ്യന്റുവാ. ഈ തീതെന്ന് പെട്ടെന്ന് ഒരു ദിവസം എന്തെങ്കിലും സംഭവിച്ചു പോയാല് ജയ, ഞാൻ എന്ത് ചെയ്യാനാ ജയ? ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം. ഒന്നും സംഭവിക്കില്ലെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ദുർഗേച്ചിയോടും തുളസിയോടും സത്യങ്ങളെല്ലാം തുറന്നു പറയണം. പറഞ്ഞേ പറ്റു പ്രസാ. അല്ലെങ്കിൽ ഒരുപക്ഷെ തുളസി മോളെ നമുക്ക് ജയ, യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നമ്മൾ കണ്ണടക്കരുത് പ്രസാ. വേണ്ടത് വേണ്ടപ്പോ ചെയ്തില്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ടി വരും. അവള് തിരികെ വന്നോ? അവള് പോയില്ലേ അപ്പച്ചി? ആ, ഇനി ഒരിക്കലും അവള് തിരികെ വരില്ല ദുർഗെ. അവളുടെ പോക്ക് അന്ത്യയാത്രയാ. പഴം പായയിൽ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുവന്ന് അത്തറ് പൂശി മൊബൈൽ മോർച്ചറിയിൽ വയ്ക്കാനോ അതുമായി വിലാപയാത്ര നടത്താനോ ഒരു റീത്ത് വയ്ക്കാനോ ഒരു തരി എല്ലിൻ കഷ്ണം പോലും ബാക്കി കിട്ടൂല. അങ്ങനെയാ കൊട്ടേഷൻ. കരടികൾ വിഹരിക്കുന്ന കൊടും വനത്തിൽ കൊണ്ടുപോയി പഞ്ചസാരയിട്ട് കത്തിച്ചേക്കാനാ ഈ മംഗളയുടെ കൽപ്പന. അത് കൊള്ളാം അപ്പച്ചി. അങ്ങനെ മരിച്ചു മരവിച്ച് കിടക്കാനൊന്നും അവന്മാര് സമ്മതിക്കില്ല. ശവന്തീനി കഴുകന്മാരാ അവര്. അവരിങ്ങനെ ചിറകടിച്ച് പറന്ന് പറന്ന് പാറപ്പുറത്തൊരു ഇരിപ്പുണ്ട്. പിന്നെ അവര് കൈകാര്യം ചെയ്തോളൂ. അല്ല, ആതിര എവിടെ? അവള് മോളില് റൂമിലുണ്ട്. ഇത് കേക്കുമ്പോ അവക്ക് വലിയ സന്തോഷാവും.
ദുർഗേ, നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ വന്നേക്കാം. ആ ഹലോ, ക്ലോസ്. പ്രിയേ, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, നമ്മുടെ തുളസി മോൾക്ക് ഒന്നും പറ്റില്ല. അവൾ ഒരു അവിവേകവും കാട്ടുകയില്ല. എന്നാലും അവൾ എവിടെ പോയതാവും ചേട്ടാ? അവൾ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ കാണുമെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നു. എന്റെ ഈ ചങ്കിലിട്ട് വളർത്തിയതല്ലേ, ഏത് DNA-ക്കും ശാസ്ത്രത്തിനും അപ്പുറമല്ലേ ആത്മബന്ധവും വാത്സല്യവും. ആ കുഞ്ഞിനെ എന്റെയോ നിന്റെയോ ഹൃദയത്തിൽ നിന്ന് ആർക്കെങ്കിലും അറുത്തു മാറ്റാൻ ഒക്കുവോ? അവള് നമ്മുടെ പൊന്നുമോളല്ലേ പ്രിയേ? വിഷമിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെക്കാളേറെ വിതുമ്പുന്നത് ജയേട്ടനാണല്ലോ. ഞാൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അത് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഉത്കണ്ഠ കൊണ്ടൊന്നുമല്ല. എന്റെ മനസ്സ് പിടയുന്നത് അവളുടെ അനുഭവങ്ങളെക്കുറിച്ച് ഓർത്താ. എന്തെല്ലാം പ്രതിസന്ധിയിലൂടെയാ നമ്മുടെ മോള് കടന്നു പോകുന്നത്. ഈ പ്രായത്തിനിടയ്ക്ക് എന്തെല്ലാം അവൾ അനുഭവിച്ചു. അവഗണന, പരിഹാസം. സഹനശക്തിക്ക് ഒരു പരിധിയില്ലേ? ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോ എല്ലാവരും ചെയ്യുന്നതേ അവളും ചെയ്തുള്ളൂ. മനസമാധാനത്തിന് വേണ്ടി എങ്ങോട്ടോ പോയി. അതാ ചേട്ട എനിക്കും പേടി. നമ്മുടെ മോള് മനസ്സ് പതറി എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കുമോ എന്നൊരു പേടി. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട പ്രിയേ. നമ്മുടെ കുഞ്ഞ് ദൈവാധീനമുള്ളവളാ. അവളെ കാത്തുരക്ഷിക്കാൻ സാക്ഷാൽ ദൈവം തമ്പുരാനുണ്ട്. അമ്മയും അച്ഛനും സാഹചര്യം കൊണ്ട് ഒരു പക്ഷെ കൈവിട്ടേക്കാം, പക്ഷെ ദൈവം കൈവിടില്ല. മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? നമ്മുടെ ഫോഴ്സും സുഹൃത്തുക്കളും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് ജയ. പക്ഷെ ഇങ്ങനെ നേറി നേറി എനിക്കെന്റെ സമനില നഷ്ടപ്പെട്ടു പോകുമെന്ന് സംശയമുണ്ട്. എത്ര കാലമെന്ന് വെച്ചാ ഹൃദയമെല്ലാം താങ്ങുന്നു. നശിച്ച അപ്പച്ച ഏർപ്പാടാക്കിയ ഗുണ്ടകൾ നമ്മുടെ കുഞ്ഞിന്. പിന്നെ പോലീസിന്റെ കണ്ണുകൾ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ അവൾ ആരും ഒന്നും ചെയ്യില്ല. ആദിത്യന്റെ കൂട്ടുകാരും തുളസിയുടെ കൂട്ടുകാരും അവളെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് എവിടെ പോയി തിരക്കും? അവള് ചെല്ലാനിടയുള്ള എല്ലാ വീടുകളിലും ഇതിനകം ഒന്നിലധികം പ്രാവശ്യം എല്ലാരും അന്വേഷിച്ചും കഴിഞ്ഞു.
ചക്കി വെമ്പ ചൊഴിയെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ നമ്മളിപ്പോ അനുഭവിക്കുക. അച്ഛനും അമ്മയാണെന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്നും കൊണ്ടുവരരുതായിരുന്നു. അവളെ നമ്മളെ നാണം കെടുത്തായിരുന്നു ഏട്ടാ. അത് വേണ്ടായിരുന്നു. പിടിച്ചു നിൽക്കാനുള്ള വിഭ്രാന്തിക്കിടയിലും പറ്റിപ്പോയതാ പെണ്ണെ. അതില് എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട്. അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. എന്റെ കുഞ്ഞിനെ നീറ്റി കൊല്ലാനുള്ള ഒരു ദുർവിധിയായിപ്പോയി. ഉള്ള അച്ഛനായ എനിക്ക് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് കണ്ടെത്തണം. ഞാൻ ആരാണെന്നുള്ള സത്യവും മനസ്സിലാക്കണം. അല്ല തുളസി, നീ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ മിണ്ടാതെയും പറയാതെ ഇറങ്ങി പോന്ന അവര് നിന്നെ അന്വേഷിക്കില്ലേ? അന്വേഷിക്കട്ടെ. അതല്ലേ അവർക്കൊരിക്കലും കണ്ടെത്താൻ പറ്റാത്ത നിന്റെ അടുത്തേക്ക് തന്നെ ഞാൻ വന്നത്. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാ മതി. ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ പോയേക്കാം. എന്താ തുളസി നീ ഈ പറയുന്ന? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായി നീ എനിക്ക് അന്യാണോ? അതല്ല, ഞാൻ അനാഥയാണെന്നൊക്കെ അറിയുമ്പോ ആർക്കായാലും ഒരു അകൽച്ച ഉണ്ടാവില്ലേ? ദേ, നല്ലത് നാലെണ്ണം ഞാൻ പറയും കേട്ടോ. നീ എന്റെ കൂടെ എത്ര ദിവസം നിന്നാലും അതെനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? ഞാൻ നിന്നെ അന്തം വിട്ട് നോക്കിയത് നിന്റെ ഈ കഥ കേട്ടിട്ടാ. ഇവിടെ നല്ല സെലക്ഷൻസ് ഉണ്ട്, നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ചാവി ഇങ്ങിട്ടോ, ബാഗിൽ വെച്ചേക്കാം. സാർ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മെസ്സേജ് തരാനാ ഞാൻ സാറിന്റെ പേഴ്സണൽ ഫോണിൽ വിളിച്ചത്. ആരെ വിളിക്കുന്നു? സാർ, ഞാൻ ടൗൺ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ അൻവറാ. ഓക്കെ അൻവർ, പറയൂ. സാർ, ഞാൻ ടൗണിലെ ഷോപ്പിംഗ് മാളിന്റെ മുന്നിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിന്റെ മരുമകൾ തുളസി ഇപ്പൊ മറ്റൊരു പെൺകുട്ടിയുമായി ഷോപ്പിംഗ് മാളിനകത്തേക്ക് കയറിപ്പോയി. അൻവർ അവരുടെ പുറകെ തന്നെ പോകണം. ഒരു കാരണവശാലും അവരവിടുന്ന് പോകാതെ നോക്കണം. യെസ് സാർ. സാർ, എവിടെ അവരെ കണ്ടേ? അകത്തോണ്ട് സാർ. ഡ്രസ്സോ മറ്റോ സെലക്ട് ചെയ്യും.
എടോ ഇതിനകത്ത് ഇല്ല. ഇവിടെ ഉണ്ടായിരുന്നു സാർ. എടോ ഇതിനകത്ത് തന്നെയാണോ താൻ കണ്ടത്? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാർ, ഞാൻ കണ്ടതല്ലേ. എന്നാ പിന്നെ അൻവറിന്റെ കണ്ണു വെട്ടിച്ച് അവളങ്ങ് പോയി. എന്റെ മരുമകളാ, തലക്കകത്ത് കുറച്ച് ഉള്ള ആളാ. ആ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.